നമസ്കാരം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ചില അവലോകനങ്ങളുണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗവും UDFന് അനുകൂലമായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ UDF 20-ൽ 20 നേടുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് ഇറങ്ങിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അവലോകന ചർച്ചയിൽ UDF കരുതിയിരുന്നത്, അല്ലെങ്കിൽ UDFന് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് 16 സീറ്റുകളിലായിരുന്നു. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 10 ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ കോൺഗ്രസിന് വിജയപ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ചിലതിൽ ഇടതുപക്ഷത്തിന് കൃത്യമായ വിജയ സാധ്യതയുണ്ട്. പരിശോധിക്കാം ഏതൊക്കെയാണ് മണ്ഡലങ്ങൾ, എന്തൊക്കെയാണ് വിജയ സാധ്യതയുടെ കാരണങ്ങളെന്ന്. ആദ്യം തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പൊക്കെ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. സാക്ഷാൽ നരേന്ദ്രമോദി മത്സരിച്ചാൽ പോലും BJPക്ക് ഇക്കുറി അധികാരത്തിലെത്താൻ സാധിക്കില്ല എന്ന് ഒരു സ്ഥാനാർത്ഥിയായ ശശി തരൂർ തന്നെ പറഞ്ഞ ലോക്സഭാ മണ്ഡലം. BJP സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് കൂലങ്കഷമായ ചർച്ചകൾ നടന്ന ലോക്സഭാ മണ്ഡലം. നിർമ്മലാ സീതാരാമനും ആരിഫ് മുഹമ്മദ് ഖാനും സാക്ഷാൽ നരേന്ദ്രമോദി വരെയുള്ളവരുടെ പേരുകൾ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന പട്ടികയിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് കേരളീയനായ, എന്നാൽ വിദേശത്ത് കാര്യമായ രീതിയിൽ ബിസിനസ്സും രാഷ്ട്രീയ പ്രവർത്തനവുമൊക്കെയായി നടന്ന രാജ്യസഭാ MP ആയിരുന്ന രാജീവ് ചന്ദ്രശേഖറിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ കളത്തിലിറങ്ങിയതോടുകൂടി കാര്യങ്ങൾ കുറച്ച് വ്യതിചലിക്കുവാൻ ആരംഭിച്ചു. കാര്യമായ രീതിയിൽ ശശി തരൂരിന് വോട്ട് കിട്ടിയിരുന്ന തീരദേശ മേഖലയിലേക്കായിരുന്നു ആദ്യമുള്ള പോക്ക്. ചിട്ടയായ രീതിയിൽ വളരെ കൃത്യതയോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ, ഇവയെല്ലാം ശശി തരൂരിനെ കാര്യമായ രീതിയിൽ ഭയപ്പെടുത്തി. എങ്കിലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നഗരപ്രദേശങ്ങളായ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം എന്നിടങ്ങളിലുള്ള വോട്ടുകളിൽ കാര്യമായ രീതിയിലുള്ള വോട്ടുകളെല്ലാം രാജീവ് ചന്ദ്രശേഖർ പിടിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അതായത് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തിൻ്റെ നഗരമേഖലകളിൽ നിന്നും ശശി തരൂരിന് ലഭിച്ചിരുന്ന വോട്ടുകൾ ഇക്കുറി ലഭിക്കില്ല എന്ന് സാരം. നായർ, എലൈറ്റ് വോട്ടുകളിൽ ഭിന്നത ഉണ്ടായി എന്നതാണ് അതിൻ്റെ മറ്റൊരു മുഖവും. എന്നിരുന്നാലും അവിടെ വിജയസാധ്യതയുള്ളത് ശശി തരൂരിന് തന്നെയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ എന്ന അടിത്തട്ടിലെ BJP പ്രവർത്തകരെയും നാട്ടുകാരെയും കൃത്യമായി അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി നിന്നിട്ട് പിടിച്ചെടുക്കുവാൻ കഴിയാത്ത തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരന് പിടിച്ചെടുക്കുവാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം തുടക്കം മുതൽ ഒടുക്കം വരെ ഉയർന്നിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ശശി തരൂരിന് അനുകൂലമായൊരു തരംഗം തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന വാർത്തകളും അത്തരത്തിലുള്ള പ്രവചനങ്ങളും നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം. നേരിയ മുൻതൂക്കത്തിലെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം കൊണ്ടൊക്കെ ശശി തരൂർ വിജയിക്കുവാൻ തന്നെയാണ് സാധ്യത എന്ന് കണക്കുകൂട്ടുന്നു. എങ്കിലും പ്രവചനാതീതം തന്നെയാണ് തിരുവനന്തപുരത്തെ വിജയപരാജയ സാധ്യതകൾ. 2019 CPI സ്ഥാനാർത്ഥിയായി C. ദിവാകരൻ മത്സരിക്കുമ്പോൾ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ, അല്ലെങ്കിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ തിരുവനന്തപുരത്തിൻ്റെ മുൻ MP ആയിരുന്ന പന്നിൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി കിട്ടുമെന്നും ശക്തമായ ത്രികോണ മത്സരം അക്ഷരാർത്ഥത്തിൽ ശരിയായി തന്നെ ഭവിക്കുമെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ പാളയങ്ങളുള്ളത്. ഇനി ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ, ആറ്റിങ്ങലിൽ V. മുരളീധരൻ സ്ഥാനാർത്ഥിയാകുന്നു, കേന്ദ്രമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നു എന്ന ഒരു പിൻബലമൊഴിച്ചാൽ BJPക്ക് കാര്യമായ രീതിയിൽ അവിടെ വേരില്ല എന്ന് പറയേണ്ടതായുണ്ട്. ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി നേടിയെടുത്ത വോട്ടുകളുടെ അത്രയും V. മുരളീധരന് നേടുവാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. അതിനേക്കാളൊക്കെ മുകളിൽ വോട്ടുകൾ വാരിക്കൂട്ടാൻ കഴിയുന്ന സംഘടനാശേഷിയായി ഇടതുപക്ഷം ഒരു ഭാഗത്ത് നിൽക്കുന്നു. തന്ത്രപരമായ നീക്കം കൊണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ചൂടും ചൂരുമറിയാവുന്ന സ്ഥാനാർത്ഥിയായതുകൊണ്ടും ശക്തൻ തന്നെയാണ് അടൂർ പ്രകാശും. പരാജയം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത അടൂർ പ്രകാശും ജനഹൃദയങ്ങളിൽ ഇടമുള്ള V. ജോയിയുമൊക്കെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോൾ V. മുരളീധരന് അവരെയൊക്കെ കടത്തിവെട്ടി മുൻപന്തിയിൽ എത്തുവാൻ സാധിക്കുമെന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. സത്യത്തിൽ V. മുരളീധരനും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ് മത്സരം കാര്യമായി തന്നെ നടക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ V. മുരളീധരന് നേടാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് അവിടെ പ്രസക്തമായി നിൽക്കുന്നത്. ശക്തമായ മത്സരം നടക്കുന്നത് V. ജോയിയും അടൂർ പ്രകാശും തമ്മിലാണ്. ഇവിടെ ആറ്റിങ്ങലിൽ വിജയപ്രതീക്ഷ ഏറെയുള്ളത് ഇടതുപക്ഷത്തിനാണ്. അവിടെ V. ജോയി വിജയിക്കും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. അങ്ങനെ തന്നെയാണ് പ്രവചനങ്ങളും മുൻപോട്ട് വയ്ക്കുന്ന കാരണങ്ങൾ. കാര്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും അടൂർ പ്രകാശ്
തൻ്റെ മണ്ഡലമായ ആറ്റിങ്ങലിൽ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ആറ്റിങ്ങലിൽ ഇടതുപക്ഷത്തിന് കൃത്യമായ വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്നും ആറ്റിങ്ങൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് എന്ന ധാരണയുമൊക്കെയാണ് ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം ഏറെ നൽകുന്നത്. ആറ്റിങ്ങലിൽ 2019 പോലെയുള്ള ഒരു ന്യൂനപക്ഷ ഏകീകരണമോ തരംഗമോ ഒന്നും ഇക്കുറി ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുതന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ മറ്റൊരു വിജയസാധ്യതയ്ക്ക് അടിസ്ഥാന കാരണവും. കൊല്ലം ലോക്സഭാ മണ്ഡലം RSPക്ക് അത്രമേൽ വേരുള്ള ലോക്സഭാ മണ്ഡലം, UDFിൻ്റെ ഉറച്ച സീറ്റ് എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന, RSP വിജയിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ലോക്സഭാ മണ്ഡലം. NK പ്രേമചന്ദ്രൻ എന്ന ബ്രാൻഡഡ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഇക്കുറിയും UDF തന്നെ വിജയിക്കും എന്നാണ് വിശ്വാസം. എന്നാൽ ആദ്യഘട്ടത്തിൽ M മുകേഷ് ഒരു വലിയ സ്ഥാനാർത്ഥിയായൊന്നും NK പ്രേമചന്ദ്രൻ കണക്കാക്കിയിട്ടില്ല എങ്കിൽ പോലും കൃഷ്ണകുമാറിൻ്റെ വരവും BJP വോട്ടുകൾ കൃഷ്ണകുമാർ ഏകീകരിക്കുമെന്ന ധാരണയും ഒപ്പം M മുകേഷ് എന്ന സിനിമാ താരത്തിന് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാൻ കഴിയുന്ന സ്വാധീനവുമൊക്കെ NK പ്രേമചന്ദ്രനെ അവസാന ഘട്ടത്തിൽ ഒന്ന് അങ്കലാപ്പിൽ ആക്കിയിട്ടുണ്ട്. സ്ത്രീജനങ്ങളായ വോട്ടർമാരുടെ വോട്ടുകൾ കൈവശം വയ്ക്കുവാൻ കഴിയുന്ന സ്ഥിതി മുകേഷിനുണ്ട് എന്ന ഉറച്ച ബോധ്യം NK പ്രേമചന്ദ്രനുണ്ട്. ഒപ്പം ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം കൊല്ലത്തുണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് പ്രധാന കാരണം നരേന്ദ്രമോദിയുമായുള്ള ചായ സൽക്കാരവും വിരുന്നുമൊക്കെ കാര്യമായ രീതിയിൽ ചർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. കൊല്ലത്ത് ഇതെല്ലാം കാര്യമായ രീതിയിൽ ചർച്ചയാകുന്നുണ്ടെങ്കിൽ പോലും NK പ്രേമചന്ദ്രനുള്ള ജനസ്വീകാര്യത മുകേഷിനേക്കാളും കൃഷ്ണകുമാറിനേക്കാളും കിട്ടുന്ന വോട്ടിനേക്കാൾ കൂടുതൽ കിട്ടുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനെയും UDFിനെയും സംബന്ധിച്ചുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിന് പുറത്ത് NK പ്രേമചന്ദ്രൻ തന്നെ കൊല്ലത്ത് വിജയിക്കും എന്ന തികഞ്ഞ വിശ്വാസത്തിലാണ് UDF ഉള്ളത്. അവിടെ നേരിയ ഭൂരിപക്ഷത്തിനൊരു വിജയ സാധ്യത NK പ്രേമചന്ദ്രനുണ്ട്. അതായത് നിലവിൽ നമ്മൾ കണക്കൂട്ടിയ 3 ലോക്സഭാ മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് UDFിന് സാധ്യത, ആറ്റിങ്ങലിൽ LDFിന് സാധ്യത, കൊല്ലത്ത് UDFിന് സാധ്യത. അടുത്തത് മാവേലിക്കരയാണ്. അതായത് 2 തവണ അടുപ്പിച്ച് MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു. മാവേലിക്കരയിലെ ലോക്സഭാ മണ്ഡലത്തിലുള്ള വോട്ടർമാർക്ക് ഒരു ആവർത്തന വിരസത ഉണ്ടാകുന്നു എന്ന വാർത്ത കോൺഗ്രസ്സുകാരും അല്ലാതെ ഇടതുപക്ഷമൊക്കെ കാര്യമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവിടെ ചെറുപ്പക്കാരനായ CA അരുൺകുമാർ സ്ഥാനാർത്ഥിയായതോടുകൂടി N ബ്ലോക്ക് വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും എന്നൊരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ട്. ഒപ്പം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന 7 നിയോജക മണ്ഡലങ്ങളിലും LDF ആണ് ഭരിക്കുന്നത്. കാര്യമായ രീതിയിൽ വോട്ട് കേന്ദ്രീകരിക്കുവാൻ കഴിയുന്ന കരുത്ത് ഇടതുപക്ഷത്തിന് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. ഒപ്പം അതേ മണ്ഡലങ്ങളിലുള്ള മന്ത്രിമാരുടെ ഇടപെടൽ കാര്യമായ രീതിയിലുള്ള സ്വാധീനം ഇടതുപക്ഷ വോട്ടുകളിൽ ചെലുത്തുവാനും അത് കാര്യമായ രീതിയിൽ CA അരുൺകുമാറിന് അനുകൂലമായ രീതിയിലേക്ക് കൊണ്ടുവരുവാനും കഴിയുമെന്നൊരു ആത്മവിശ്വാസവും ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷേ പരിചയസമ്പന്നതയാണ് UDF ഉയർത്തിക്കാട്ടുന്നത്. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമൊക്കെ അപ്പുറത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിന് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലും ജാതി നേതാക്കന്മാർക്കിടയിലും മതപുരോഹിതന്മാർക്കിടയിലുമൊക്കെ വലിയ സ്വാധീനമുണ്ട്. അങ്ങനത്തെ ആ സ്വാധീനം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും ജാതി വോട്ടുകളുടെ ഏകീകരണമൊക്കെ ഉണ്ടാക്കുവാനുള്ള സാധ്യത ഏറെയാണ് എന്ന ആത്മവിശ്വാസമാണ് UDFിനുള്ളത്. പക്ഷേ നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും അവിടെ വിജയപ്രതീക്ഷയുള്ളത് ഇടതുപക്ഷത്തിനാണ്. CA അരുൺകുമാർ വിജയിക്കുമെന്ന് തന്നെയാണ് മാവേലിക്കരയുടെ കാര്യത്തിലുള്ള കണക്കുകൂട്ടലുകൾ. അടുത്തത് ആലപ്പുഴയാണ്. ശക്തമായ ത്രികോണ മത്സരം നടന്ന ലോക്സഭാ മണ്ഡലം. BJPയുടെ കരുത്തയായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ, LDFിൻ്റെ സിറ്റിംഗ് MP AM ആരിഫ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20ൽ 19 ഇടങ്ങളും UDFിന് അനുകൂലമായി വിധിയെഴുതിയപ്പോൾ ആലപ്പുഴ മാത്രം ഇടതിനെ ചേർത്ത് നിർത്തി. അങ്ങനെ AM ആരിഫ് MP ആയി. കോൺഗ്രസിലേക്ക് വരുമ്പോൾ ദേശീയ തലത്തിൽ കേരളത്തിൽ നിന്നറിയപ്പെടുന്ന നേതാവ്, കോൺഗ്രസിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥി, നാളിതുവരെ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ലാത്ത നേതാവ്, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി. ഒരു പക്ഷേ 2019 ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിച്ചിരുന്നുവെങ്കിൽ 20ൽ 20 കോൺഗ്രസിന് നേടുവാൻ സാധിക്കുമായിരുന്നു എന്ന തിരിച്ചറിവാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒന്നടങ്കം കോൺഗ്രസ് തീരുമാനമെടുത്തത്. KC വേണുഗോപാൽ ആലപ്പുഴയുടെ സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ടു മുമ്പ് വരെ AM ആരിഫിനായിരുന്നു വിജയപ്രതീക്ഷയും സാധ്യതയും എല്ലാം ഏറെ. എന്നാൽ KC വേണുഗോപാൽ രംഗത്തെത്തിയതോടുകൂടി ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് അനുഭാവികളുമൊക്കെ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയായിരുന്നു. ചിട്ടയായ പ്രവർത്തനവും ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരുടെയും താരപ്രചാരകരുടെയും വരവൊക്കെ കാര്യമായ രീതിയിൽ ആലപ്പുഴയിൽ കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം
ഇതിനോടകം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇടതിൻ്റെ കോട്ടയായ ആലപ്പുഴ, പുന്നപ്ര വയലാർ സമരങ്ങളുടെ കേളീരവമായിരുന്ന ആലപ്പുഴ, ആ ആലപ്പുഴയിൽ ചെങ്കോട്ടയായിരുന്ന ആലപ്പുഴയിൽ ചെങ്കൊടി താഴ്ത്തി മൂവർണ്ണ കൊടി പാറിക്കുവാൻ കെ.സി. വേണുഗോപാലിന് സാധിക്കും. അതിനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട് എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നത്. ദേശീയ നേതാവെന്ന തരത്തിലും ഒരുപക്ഷെ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ കേന്ദ്രമന്ത്രിയാകുവാനുള്ള സാധ്യതയും വളരെയേറെയാണ് കെ.സി. വേണുഗോപാലിന്. അതുകൊണ്ട് തന്നെ വിജയിക്കുവാനും സാധ്യത കൂടുതലാണ്. എം ആരിഫിൻ്റെ ജനസ്വീകാര്യതയും ഇടതുപക്ഷ വോട്ടുകൾ കാര്യമായ രീതിയിലുള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്ന സിറ്റിംഗ് സീറ്റുമൊക്കെ ആത്മവിശ്വാസം ചോർത്തുന്നതല്ല, അത് വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് ആറ്റിങ്ങൽ പോലെയുള്ള ഒരു ഇടതു കോട്ടയിൽ കാര്യമായ രീതിയിൽ വോട്ട് സമാഹരിക്കുവാൻ കഴിഞ്ഞ സ്ഥാനാർത്ഥിയെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കുമ്പോൾ ആലപ്പുഴയിലെ ഹിന്ദു വോട്ടുകളിൽ കാര്യമായ ഭിന്നിപ്പുണ്ടാക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ശോഭാ സുരേന്ദ്രനുണ്ട്. ഒപ്പം സ്ത്രീജനങ്ങളുടെ വോട്ടും ഏകീകരിക്കുവാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആലപ്പുഴയിൽ നടന്നത് ത്രികോണ മത്സരമാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവിടെ ഇരു സ്ഥാനാർത്ഥികളെക്കാളും ഒരുപടി മുൻതൂക്കം കൂടുതലുള്ളത് കെ.സി. വേണുഗോപാലിനാണ്. അടുത്തത് പത്തനംതിട്ടയാണ്. 2019 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുമ്പോൾ മുതൽ അവിടുത്തെ MP ആയി മത്സരിച്ച് വിജയിച്ചു വരുന്നത് ആന്റോ ആന്റണിയാണ്. എന്നാൽ പത്തനംതിട്ടയിൽ ഇക്കുറി രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. മലയോര മേഖലയിലുള്ള ആളുകൾ സ്ഥിരമായി അനുഭവിക്കുന്ന വന്യജീവി ആക്രമണവും മറ്റു പ്രശ്നങ്ങളുമൊക്കെയാണ് പത്തനംതിട്ടയിലെ ചർച്ചാ വിഷയമായി നിന്നിരുന്നത്. അതിൽ UDF കാര്യമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലും പത്തനംതിട്ടയിൽ കാലങ്ങളായി പല വിഷയങ്ങളിലും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയത്, സാമ്പത്തിക വിദഗ്ധനായ തോമസ് ഐസക്കിനെ. തോമസ് ഐസക് സ്ഥാനാർത്ഥിയായതോടുകൂടി LDFന് വിജയപ്രതീക്ഷ ഇരട്ടിയായി മാറുകയായിരുന്നു. എന്നാൽ ആന്റോ ആന്റണിയെ ഇക്കുറിയും പത്തനംതിട്ടക്കാർ കൈവിടില്ല എന്നും ആന്റോ ആന്റണി വീണ്ടും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസം UDFനുണ്ട്. ആവർത്തന വിരസത തന്നെയാണ് പത്തനംതിട്ടയിലും കാര്യമായ ചർച്ചാ വിഷയം. എത്ര കാലമായി ആന്റോ ആന്റണി തന്നെ ഇവിടെ MP ആയി വരികയാണ്. ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ മാറ്റം ഒരുപക്ഷെ LDFന് അനുകൂലമായി മാറിയേക്കാം. BJPയും ശക്തർ തന്നെയാണ്. കോൺഗ്രസ് വിട്ട BJPയിലേക്ക് വന്ന AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി കോൺഗ്രസ് വോട്ടുകളുടെ ഒരു ഭാഗം അനിൽ ആന്റണിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഒപ്പം ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിച്ചു പോയാലും അതിലൊരു ഭാഗം അനിൽ ആന്റണിക്ക് ലഭിക്കുവാനുള്ള സാധ്യത ഏറെയുണ്ട് എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്നിരുന്നാലും ഒരു നേരിയ ഭൂരിപക്ഷം കൂടുതലുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചില താരപ്രചാരകരുടെയും ഇടപെടലോടെ BJP പത്തനംതിട്ടയിൽ കുറച്ചുകൂടി ശക്തമായിട്ടുണ്ട്. ശബരിമല വിഷയമൊക്കെ കാര്യമായ രീതിയിൽ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും തോമസ് ഐസക്കിന് അവിടെ നേരിയ ഭൂരിപക്ഷം ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ്. അദ്ദേഹം അവിടെ വിജയിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. മറ്റൊന്ന് കോട്ടയമാണ്. UDFൻ്റെ ഉരുക്കു കോട്ടയായ കോട്ടയം. മറ്റൊന്നും ചിന്തിക്കാതെ രണ്ടിലയ്ക്ക് വോട്ട് ചെയ്യുന്ന കോട്ടയത്തെ സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസ് രണ്ടായതോടുകൂടി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ചിഹ്നമായി മാറിയ രണ്ടിലയിൽ വോട്ട് കുത്തുമോ എന്ന സംശയമാണ് UDFനുള്ളത്. കോട്ടയം പോലെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നേതാക്കന്മാരുടെ ഒരു ഒഴുക്കുള്ള ഒരു ജില്ലയിൽ അവിടെ എങ്ങുമില്ലാത്തതുപോലെ ഇടുക്കിയിൽ നിന്നൊരാളെ UDF സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് മത്സരിപ്പിച്ചത് കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ഭിന്നിപ്പുണ്ടാക്കി എന്ന് തന്നെയാണ് വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ വലിയ പിളർപ്പുണ്ടാകുന്നു. പലർ പല വഴിക്ക് പോകുന്നു. അതെല്ലാം തെരഞ്ഞെടുപ്പിനെ കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടാകാം. അങ്ങനെ കേരള കോൺഗ്രസിലെ ഭിന്നിപ്പ് കാര്യമായ രീതിയിലൊരു അലയടിച്ച് ഉയർന്നാൽ അത് തോമസ് ചാഴിക്കാടൻ എന്ന സിറ്റിംഗ് MPക്ക് അനുകൂലമായി മാറും. കോട്ടയത്തെ ജനങ്ങൾക്ക് തോമസ് ചാഴിക്കാടൻ കുറച്ചുകൂടി സ്വീകാര്യത കൂടുതലുള്ള സ്ഥാനാർത്ഥിയാണ് ഫ്രാൻസിസ് ജോർജിനേക്കാൾ. അവിടെ BJPക്ക് ശക്തമായ രീതിയിലുള്ള ഒരു ഇടപെടലൊന്നും നടത്തുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. അവിടെ ത്രികോണ മത്സരത്തിനും സാധ്യതയില്ല. UDFന് അനുകൂലമായി വിധി എല്ലാ കാലത്തും എഴുതാറുള്ള കോട്ടയത്തെ വോട്ടർമാർ ഇക്കുറി തോമസ് ചാഴിക്കാടിലേക്ക് മറിയുമോ, അല്ല രണ്ടില എന്ന ചിഹ്നത്തെ മാറ്റിക്കുത്തുവാൻ കഴിയാത്ത കുറേയേറെ ക്രൈസ്തവ മതവിശ്വാസികളും കേരള കോൺഗ്രസിനോട് അനുഭാവമുള്ളവരും മാണി സാറിനോട് ഇഷ്ടക്കൂടുതലുള്ളവരുമുണ്ട്. അവരുടെ വോട്ടുകൾ ആർക്ക് പോകും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കോട്ടയം UDFൻ്റെ പക്കൽ നിന്നും ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞേക്കാം. തോമസ് ചാഴിക്കാടൻ വിജയിക്കുവാനുള്ള സാധ്യത അവിടെ ഏറെയാണ്. മറ്റൊന്ന് ഇടുക്കിയാണ്. കോട്ടയത്തെ പോലെ തന്നെയുള്ള കോട്ടയത്തെ കേരള കോൺഗ്രസിൻ്റെ ഭിന്നത കാര്യമായ രീതിയിൽ തരംഗമാകുവാൻ സാധ്യത ഏറെയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. ഡീൻ കുര്യാക്കോസ് അട്ടിമറി വിജയം കരസ്ഥമാക്കിയ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറിയും അതേ സ്ഥാനാർത്ഥികൾ തന്നെ ഏറ്റുമുട്ടുന്നു. അതേ സ്ഥാനാർത്ഥികൾ വീണ്ടും വീണ്ടും ഏറ്റുമുട്ടുമ്പോഴും 2019 വിജയം തന്നെ ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസമാണ് UDFനുള്ളത്.
കാര്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് നടത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഡീൻ കുര്യാക്കോസിൻ്റെ ആത്മവിശ്വാസം. ചെറുപ്പക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും മലയോര മേഖലയിലെ കർഷകരുടെയും ഒക്കെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ഒഴുകാതെ UDFന് അനുകൂലമായി വിധിയെഴുതുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. അവിടെ BJPക്ക് കാര്യമായ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് വിജയപ്രതീക്ഷ ഏറെയുള്ളത് UDF സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസിനാണ്. ചാലക്കുടിയിലേക്ക് വരുമ്പോൾ ചാലക്കുടിയിലാണ് വോട്ടർമാർ വലിയ സംശയക്കുഴപ്പത്തിലുള്ളത്. LDFന് വോട്ട് ചെയ്യണമോ UDFന് വോട്ട് ചെയ്യണമോ എന്ന വലിയ ആശയക്കുഴപ്പത്തിൽ. ചാലക്കുടിയുടെ MP ആയി സിറ്റിംഗ് MP ബെന്നി ബെഹനാൻ മത്സരിക്കുമ്പോൾ മുൻമന്ത്രിയായിരുന്ന C രവീന്ദ്രനാഥാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇരുവരോടും അവിടുത്തെ ജനങ്ങൾക്ക് അതിയായ സ്നേഹവും ബഹുമാനവും അത്ര തന്നെ ഇടപെടലും കൂടുതലാണ് ജനങ്ങളുമായി ഈ രണ്ട് നേതാക്കന്മാർക്കും. അതുകൊണ്ട് ആർക്കനുകൂലമായ വിധിയായിരിക്കും ചാലക്കുടിക്കാർ എഴുതുക എന്നുള്ളത് വലിയ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. രാഷ്ട്രീയപരമായി ചിന്തിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വോട്ട് കാര്യമായ രീതിയിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടി. പക്ഷേ C രവീന്ദ്രനാഥിൻ്റെ വ്യക്തിപ്രഭ പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ബെന്നി ബെഹനാനും മോശക്കാരനല്ല. അതുകൊണ്ട് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിച്ച് പോകുമെങ്കിൽ പോലും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായി വിധിയെഴുതുമെന്നൊരു ആത്മവിശ്വാസം UDFനുണ്ട്. എന്നാൽ ജനപിന്തുണയും ജനസ്വീകാര്യതയും ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളിലും ഭിന്നിപ്പുണ്ടാക്കുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് LDFനുള്ളത്. എങ്കിലും നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയപ്രതീക്ഷയുള്ളത് ബെന്നി ബെഹനാന് തന്നെയാണ്. അത് എല്ലാ കാലത്തും കോൺഗ്രസ് അനുകൂലമായ ഒരു മണ്ഡലമാണ് എന്നുള്ളതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണവും. ഏറ്റവും ഒടുവിൽ എറണാകുളം. ഇടതുപക്ഷത്തിന് കണ്ണൂർ പോലെ കോൺഗ്രസിന് കരുത്താർന്ന ജില്ലയാണ് എറണാകുളം. കൃത്യമായ സംഘടനാ സംവിധാനം, കൃത്യമായ പ്രചരണ പരിപാടികൾ, കൃത്യമായ UDFന് ജനങ്ങളുമായി ഇടപെടലുള്ള ജില്ല എറണാകുളം. എറണാകുളത്ത് ഹൈബീഡൻ സ്ഥാനാർത്ഥിയാകുന്നു. 2019 സിറ്റിംഗ് MP തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇക്കുറി നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് UDFനുള്ളത്. പോസ്റ്ററിലും പ്രചരണ പരിപാടികളിലുമൊക്കെ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ വ്യത്യസ്തമായിരുന്നു കോൺഗ്രസിൻ്റേത്. അക്കമിട്ട് പറയുവാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളാണ് എറണാകുളത്ത് UDF നടത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് മുൻപോട്ട് ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഒരു വനിതയായതുകൊണ്ട് തന്നെ വനിതാ വോട്ടുകളുടെ ഏകീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുമോ എന്നൊരു സംശയം കോൺഗ്രസിനുണ്ട്. വിജയപ്രതീക്ഷ UDFന് തന്നെയാണ്. എങ്കിലും വോട്ട് ഷെയർ കുറയുമോ കൂടുമോ എന്നുള്ളതാണ് UDFനെ അലട്ടുന്ന ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലാതെ മറ്റൊന്നും എറണാകുളത്ത് നടക്കുവാൻ പോകുന്നില്ല എന്ന് ഹൈബീഡിനോടൊപ്പം മത്സരിക്കുന്ന ഇരു സ്ഥാനാർത്ഥികൾക്കും വളരെ വ്യക്തമായി അറിയാം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 10 ലോക്സഭാ മണ്ഡലങ്ങൾ പരിഗണിച്ചപ്പോൾ അതിൽ 6 ഇടങ്ങളിൽ UDFും 4 ഇടങ്ങളിൽ LDFുമാണ്. പത്തനംതിട്ടയിൽ UDF വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഒരിടത്ത് LDF വിജയിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കണക്കുകൂട്ടൽ. മാവേലിക്കരയിൽ സിറ്റിംഗ് MP ആയ കൊടിക്കുന്നിൽ സുരേഷിനെ പരാജയപ്പെടുത്തി LDF അധികാരത്തിലെത്തും. കയ്യിലുണ്ടായിരുന്ന ആലപ്പുഴ ഇടതുപക്ഷത്തിന് നഷ്ടമാകും. ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന KC വേണുഗോപാൽ അത് പിടിച്ചെടുക്കും. ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇടതു കോട്ടകളിൽ UDF വേര് ഉറപ്പിക്കുന്നു. UDFൻ്റെ പാളയങ്ങളിൽ ഇടതും വേരുറപ്പിക്കുന്നു. ഇനിയും കുറച്ചുകൂടി കൃത്യമായ വിവരം അറിയണമെങ്കിൽ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടതായുണ്ട്. ഇനി കൃത്യമായ വിധി അന്നറിയാം.